ആദ്യത്തെ 29 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 29 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ ശരാശരി. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക സൂത്രവാക്യം S സമം n ഇൻറ്റു n+1/2 ഹോൾ സ്ക്വയർ. ഇതെന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ്. നമുക്ക് ശരാശരിയെ കണ്ട്, അപ്പോൾ ഇതാണ് തുക. ശരാശരി എങ്ങനെ കാണുക? അതിനെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. ഇത് തുകയാണ്. ശരാശരി കാണാൻ എണ്ണം കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമുക്കിതിനെ പിരിച്ചെഴുതുമ്പോൾ ഹോൾ സ്ക്വയർ പറഞ്ഞാൽ അതിനെല്ലാത്തിനും സ്ക്വയർ ഉണ്ട്. അപ്പോൾ n സ്ക്വയർ അല്ലേ, n സ്ക്വയർ ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ബൈ 2 സ്ക്വയർ 4. ഇതാണ് എന്താ തുക. ഞാൻ എന്താ പറഞ്ഞത്? ഇനി നമ്മളെന്താ പറഞ്ഞത്? നമുക്ക് തുകയാണ് കിട്ടി. ശരാശരി കാണാൻ എണ്ണം കൊണ്ട് ഹരിക്കണം അല്ലേ? ഇവിടെ നമ്മളൊരു എണ്ണം n ആണല്ലോ. n കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു n വെട്ടിപ്പോവും. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n ആണ്. അപ്പോൾ ഒരു n വെട്ടിപ്പോയിട്ട് ഇവിടെ n മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ശരാശരി എന്താ വരിക? ശരാശരി ആവറേജ് ഈസ് ഈക്വൽ ടു ഫോർമുല n ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ബൈ 4. ഇതിൽ വില കൊടുക്കുക. n എത്രയാണ്? എണ്ണം എത്രയാണ്? 29 ആണ്. 29 ഇൻറ്റു n+1 എന്ത് വരും? 29+1 എന്ന് വരും. 29+1 എന്താ വരിക? ഇൻറ്റു 30 സ്ക്വയർ അല്ലേ? 29 30 സ്ക്വയർ ബൈ 4. അപ്പോൾ 29 ഇൻറ്റു 30 സ്ക്വയർ 900/4. 29 ഇൻറ്റു ഹരിക്കുമ്പോൾ 9 24 8 ശിഷ്ടം 1 10 24 8 ശിഷ്ടം 2 20 14 20. 29 ഇൻറ്റു 225 ഗുണിക്കണം. 225 ഇൻറ്റു 29. 9 45 ശിഷ്ടം 4 9 2 18 4 22 ശിഷ്ടം 2 9 2 18 2 20 2025. 2 കൊണ്ട് 225 ഗുണിച്ചാൽ 450. കൂട്ടുമ്പോൾ 5 2 5 4 2 6. ഉത്തരം 6525.